കൂട്ടുകാരെ മച്ചമ്പികളെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് രണ്ട് ന്യൂസ് ഉണ്ട്, ബേഡ് ന്യൂസ് ഉണ്ട്, ഗുഡ് ന്യൂസ് ഉണ്ട്. അപ്പോൾ ബേഡ് ന്യൂസ് നമ്മളെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ നേരെ നിങ്ങൾക്ക് കാണിച്ചു തരാം ബേഡ് ന്യൂസ് ഏതാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ബേഡ് ന്യൂസ്. അപ്പോൾ നമ്മൾ ക്യാപ്റ്റൻ എന്താ ബേഡ് ന്യൂസ് എന്ന് ചോദിക്കുന്നവരോട്, അപ്പോൾ ക്യാപ്റ്റൻ നമ്മൾ സോൾഡ് ആക്കാൻ പോവാണ് കേസ്. അപ്പോൾ ക്യാപ്റ്റൻ ഈ ഫോട്ടോയിൽ സോൾഡ് എന്നായിരിക്കും വരിക. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ക്ലിയർ ചെയ്യാണ്ട്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് ഗൈസ്. നമ്മളെ ടീമിലേക്ക് ഫസ്റ്റ് വന്ന BS6 എന്ന് പറഞ്ഞാൽ പറയാമല്ലോ ഗൈസ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടി കൂടിയാണെന്ന് പറയാം ഗൈസ്. ഈ ഒരു വണ്ടി ഒരിക്കലും മറക്കില്ല ഗൈസ്. ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ടീമാണ്, ഇത്ര ഫാൻസ് ഈ ഒരു വണ്ടിക്ക് തന്നെ ഉണ്ട് ഗൈസ്. ഏറ്റവും മറക്കാനില്ല ഒരു വണ്ടി പോകുമ്പോൾ. അപ്പോൾ ഏതായാലും നമ്മളെ ടീം ഇപ്പോൾ വരും വണ്ടി കൊണ്ടുപോകാൻ. അപ്പം വണ്ടി ഇനി വേറെ ലുക്ക്, വേറെ പേര്, വേറെ നാട്ടിൽ എന്നാണ് പറയാനല്ലേ. പക്ഷെ നമ്മൾ ഇറക്കുന്നുണ്ട് ഗൈസ്. എന്നാണ് നമ്മൾ ഈ ഒരു വണ്ടീൻ്റെ ചേസ് ഡെലിവറി. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടി ഇങ്ങനെ കൊണ്ടെടുക്കാൻ പറ്റില്ലല്ലോ ഗൈസ്. അപ്പോൾ എന്തിനാണ് വിൽക്കുന്നതെന്ന് ചോദിച്ചാൽ, വേറൊരു ഐറ്റം വരാൻ പോകുന്നുണ്ട് ഗൈസ്. അപ്പം പിന്നെ ഗോഡ്സിലൻ്റെ ഈ അടുത്ത് ചേസ് ഡെലിവറി ഉണ്ടാവും. അത് ഗോഡ്സിലൊക്കെ കോമ്പായിട്ട് ഒരു ടീം കൂടി വരുന്നുണ്ട്. അത് ഞാൻ പറയില്ല, അത് അന്ന് ഞാൻ റിവീൽ ചെയ്യുള്ളൂ ഗൈസ്. ഒന്ന് ഗോഡ്സിൽ, ഒന്ന് വേറെ ടീമാണ്. അതായത് നമുക്ക് നേരെ ബസ് കയറാം, പുറത്തൊക്കെ ഒന്ന് വിട്ടു നോക്കട്ടെ. എൻ്റെ എത്രയോ കാലം ഓടിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും വർക്ക് ചെയ്ത വണ്ടി ഇതാണ് ഗൈസ്. വണ്ടി ഞാൻ കൊടുക്കുന്നതെന്ന് പറയുമ്പം ഒരു 70 ലക്ഷമായിരുന്നു ഇട്ടത് ഗൈസ്. അപ്പോൾ ഒരു പറഞ്ഞൊരു 68 ലക്ഷമാക്കി. കാരണം വണ്ടി കളറടിച്ചതിന് നല്ല ഇതുണ്ട്. അപ്പോൾ ഈ ഒരു കളറിൽ തന്നെയാണ് ആ ഒരു ടീം കൊണ്ടുപോകാൻ പറഞ്ഞിട്ട്. അത് മാത്രമല്ല, ഈ വണ്ടി ഈ ലുക്ക് എന്ന് പറഞ്ഞാൽ വേറെ ലെവലിൽ ലുക്കാണ്. അപ്പം നമുക്ക് ആ ഒരു ടീം കൊണ്ടുപോയിക്കോട്ടെ. പേരും ഓർമ്മകളും തന്ന അവൻ അങ്ങനെ വിട പറഞ്ഞിട്ടുണ്ട് ഗൈസ്. വേറെ ഏതുമല്ല, നമ്മളെ ക്യാപ്റ്റൻ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പം ഇനി ഷെഡിൽ ഇവൻ മാത്രം. ഇവനല്ല, BS4 അല്ല, BS3 ആയിട്ട് 2 ഐറ്റം വേറെ കിടക്കുന്നുണ്ട്. അത് ഞാൻ പറയുന്നില്ല ഗൈസ്. അത് ഒന്ന് വർക്കിലാണ്, ഒന്ന് ട്രിപ്പിലുമാണ്. അപ്പം BS6 ആയിട്ട് മാത്രമാണ് ഇവൻ ഷെഡിൽ എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞ ഷെഡിൽ നിന്ന് മാത്രമാണ് ഗൈസ്. അപ്പം BS6 ആയിട്ട് 2 വേറെ ഉണ്ട്. അപ്പം വണ്ടി വർക്കിലാണ്. പിന്നെ നമ്മളെ ഡേഞ്ചർ ബോയ് ഗൈസ്, ഡേഞ്ചർ ബോയിൽ ഒരു കിടിലൻ അപ്ഡേറ്റ് ഞാൻ കൊണ്ടുവരുന്നുണ്ട്. സംഭവം വേറെ എന്തല്ല, ഞാൻ പറയുന്നില്ല, സർപ്രൈസാണ്. പക്ഷെ നമ്മളൊരു വണ്ടിയിൽ ഇറക്കിയതാണ് ഗൈസ്. പക്ഷേ സെയിൽ ചെയ്യേണ്ടി വന്നു ഗൈസ്. ആ ഒരു ഐറ്റാണ് നമ്മളെ ഡേഞ്ചർ ബോയിൽ നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത് ഗൈസ്. അത് മാത്രമല്ല, നമ്മളെ ഡേഞ്ചർ ബോയിൽ എന്ന് പറയുമ്പോൾ വേറെ ലെവലിൽ ലുക്ക് ആയിരിക്കും. പിന്നെ നമ്മളെ വെനം വർക്കിലാണ് ഗൈസ്. അപ്പം നമ്മൾ കൊടുത്തിട്ടുള്ള അത്ര വട്ടമൊന്നും വർക്ക് ചെയ്യില്ല എന്ന് അറിയാലോ ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്കിനി നമ്മളിപ്പം പോണ എന്തിനാന്ന് ചോദിച്ചാൽ, എല്ലാവരും ഉണ്ട് നമ്മളെ വണ്ടിക്ക് എന്താ ട്രിപ്പിൽ ഗൈസ്. വണ്ടി ട്രിപ്പ് അതിന് വന്നാണ്. അതാണ് നമ്മളെ ക്യാപ്റ്റൻ കൊടുക്കുന്ന സമയത്ത് വണ്ടി നമ്മളെ ഷെഡ് കാണാനേ. വണ്ടി ഇപ്പോൾ ഒരു ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ടുള്ളൂ ഗൈസ്. വണ്ടി എന്നൊക്കെ പറയുമ്പോൾ വേറെ ലെവൽ വണ്ടി തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടി എന്ന് തന്നെ പറയുമല്ലോ ഈ വണ്ടി. അപ്പം ഇന്നത്തെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഈ ഒരു വണ്ടിയും കൊണ്ടാണ് നമ്മൾ പോണേ. വേറെ എങ്ങോട്ടുമല്ല ഗൈസ്. നമ്മളെ അശോക് ലൈലാൻഡിൻ്റെ ഷോറൂമിൽ നമ്മളെ ക്യാപ്റ്റൻ്റെ ബീസ്റ്റിൻ്റെ ചേസ് ഡെലിവറി ആണ് ഇന്ന്. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ അശോക് ലൈലാൻഡിൻ്റെ ഷോറൂമിലേക്ക് വിടാം. അടുത്തിരി കാണാം. അത്രയ്ക്ക് ശേഷം നമ്മളെ ലൈലാൻഡിൻ്റെ ഷോറൂമിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് അത്ര ദൂരമൊന്നുമില്ല ഗൈസ്. ഈ ട്രക്കിൻ്റെ സർവീസ് അതിന് ഇനിയും പോയില്ല ഗൈസ്. നമ്മൾ ഐറമോളിനുള്ള വണ്ടീൻ്റെ ഡെലിവറിക്ക് വേണ്ടി നമ്മൾ വന്നപ്പോൾ എടുക്കുന്നതാണ് ഗൈസ് ഇത്. പിന്നെ ബെല്ലാരിയുടെ ഡെലിവറി ഉണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുക്കാനാണ്. വീഡിയോ ഉടനെ വരും, എടുത്തിട്ടുണ്ട്. ഏതായാലും ഉടനെ തന്നെ വരും കേട്ടോ ഗൈസ്. അപ്പോൾ ഏതായാലും നമ്മളെ ലെജൻഡ് നമ്മളിവിടെ കയറ്റിയിട്ടിട്ടുണ്ട്. വണ്ടി ഇവിടെ എടുക്കട്ടെ. നമുക്ക് നേരെ നമ്മളെ ചെറുക്കൻ്റെ ഡെലിവറിക്ക് പോവാം. ഞാനിവിടെ പോയി ഇവിടെ ജസ്റ്റ് എന്തുണ്ട്. അപ്പം നമ്മളെ വണ്ടി കണ്ടിട്ടാവില്ല. ക്യാപ്റ്റൻ ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. അപ്പം നമ്മളെ ക്യാപ്റ്റൻ്റെ വർക്ക് എന്നൊക്കെ പറയുമ്പോൾ
എല്ലാം ഫിനിഷ് ആയിട്ട് നെറ്റിപ്പട്ടം എല്ലാം ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡൊക്കെ ആണെങ്കിൽ പറയാം, ബാക്കിൽ നെയിമൊക്കെ നമ്മൾ സെറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മളെ ക്യാപ്റ്റൻ്റെ വർക്ക്. പിന്നെ നമ്മളെ ബീസ്റ്റ് ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കാരണം ബീസ്റ്റ് ഷെയ്സ് ഇതുവരെ വന്നില്ല. അപ്പം വന്നിട്ട് കാണാം. ക്യാപ്റ്റൻ്റെ ഷെയ്സിന് ശേഷം നമ്മളെ ബീസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയത് അവർക്ക് ഓർമ്മ ഉള്ളൂ ഗൈസ്. അപ്പം നമ്മൾ ഫാസ്റ്റായിട്ട് നെറ്റിപ്പട്ട എല്ലാം സെറ്റ് തന്നെ ചെയ്തിട്ടുണ്ട്. ബാക്കിൽ എന്ന് പറയുമ്പോൾ നമ്മളെ ബീസ്റ്റിൻ്റെ ഒരു നെയിമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ട്രക്ക് കഴിഞ്ഞില്ല എന്നാണ് തോന്നുന്നത് ഗൈസ്. എൻ്റെ ഐലാൻഡിൻ്റെ സർവീസ് കഴിഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഏതായാലും നമ്മളെ ക്യാപ്റ്റൻ പോയിട്ടുണ്ട്, കാരണം അവിടെ കാണില്ല ഗൈസ്. ക്യാപ്റ്റൻ പോയിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് പോകണം ഗൈസ്. ബുസ്സിൽ ലയൺ കിങ്ങിൻ്റെ മോഡാണ് ഗൈസ്. അപ്പോൾ കിടിലാണ് ബുസ്സിൽ ലയൺ കിങ്. അപ്പോൾ ഈ അടുത്തായിട്ട് ഒരു ചൈനീസ് ലാമ്പ് BSX ഒന്നും കൂടി ഇറക്കുന്നുണ്ട്. അത് സർപ്രൈസ് ആയിട്ടാണ് ഇറക്കിയത്. അപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഡൗൺലോഡ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോയി ഡൗൺലോഡ് ചെയ്യും. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. അപ്പം നമുക്ക് നേരെ പോയിട്ട് കാണാം. കൊണ്ട് പറക്കുകയാണ്. അപ്പം നേരെ നമുക്ക് പോയി നോക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഇത്രയുള്ള ഒരു വീഡിയോ ഇപ്പോൾ അടുത്ത വീഡിയോ കാണാൻ നമ്മൾ ഷെഡ് പോവാണ്. ഷെഡ് വെച്ച് നേരെ നമുക്ക് ബാംഗ്ലൂരിൽ നമ്മളെ പ്രകാശിൽ കൊണ്ടുവരണം. ഇപ്പോൾ ബാംഗ്ലൂർ പോകാനില്ലാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ പറക്കാണ്. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ.